ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടോ? അപ്പം അതിൻ്റെ അകത്ത് ഓമനാൻറ്റി അതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടാണ് വന്ന് നോക്കിയത്. സത്യമാണോ പറയുന്നതെന്നറിയാൻ പലരും പല അഭിപ്രായം പറഞ്ഞു. റീച്ചാൻ പേടിച്ചിട്ടാണ് ഈ പറയുന്നത്. എന്തുവാ പിന്നെന്താ പറഞ്ഞേ? ക്യാമറ ഓഫായി കഴിഞ്ഞാൽ റീച്ചാൽ ഇടി കിട്ടും ഒക്കെ. ഞാനില്ല പെട്ടെന്ന് ഞാൻ ആക്ച്വലി റീച്ച ഓഫീസിൽ പോകുന്നത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പോയി എടുത്തതാണ്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇങ്ങനെ ഒന്ന് ചോദിച്ചേക്കാന്ന്. പെട്ടെന്നുള്ള ചോദ്യം ആയതുകൊണ്ട് ആളും അങ്ങ് എന്താ പറയണമെന്നറിയാത്തൊരവസ്ഥയായിപ്പോയി. അതിൽ പറഞ്ഞില്ലേ, അസുഖമാണെങ്കിൽ അസുഖമൊന്നും പറഞ്ഞിരിക്കരുത്, പിന്നെ അസുഖം ഇല്ലെന്നും പറഞ്ഞിരിക്കണമെന്നൊക്കെ. അത് ചുമ്മാ പറയുന്നത് കേട്ടോ. നമുക്ക് അസുഖമാണെങ്കിൽ ആൾ പറയും റെസ്റ്റ് എടുത്തോന്നൊക്കെ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലും വന്നത് കാണണേ, വിജി സന്തോഷിൽ. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തരിക. നിങ്ങളുടെ ഒരു ലൈക്കും കമൻ്റൊക്കെ വളരെ വിലയേറിയതാണ് കേട്ടോ ഞങ്ങൾക്ക്. നിങ്ങളാണ് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വിജയം. സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ടൊന്ന് പോകാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചില്ലായിരുന്നു ഹോളി എന്നാന്ന് പോലും. അന്നേരം ഒരു കമൻറ്റ് മാർച്ച് 4-നാന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഇപ്പോഴേ ഈ പിള്ളേർ കവറിൻ്റെ അകത്ത് കെട്ടി എറിയും ബഹളവും ഒക്കെയാണ്. അതിന് കഴിഞ്ഞ ദിവസം പേരൻസും ഭയങ്കര വാഗേട്ട് താഴെ. കാരണം ഇപ്പോഴേ ഈ കൊച്ചുങ്ങൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത് വളരെ ഇതല്ലേ. ഇവിടെ ഈ സൊസൈറ്റിക്കാരും അപ്പുറത്തെ സൊസൈറ്റിക്കാരുമായിട്ട് പിള്ളേരുമായിട്ട് ഭയങ്കര ഏറെ അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ വർഷവും ഇവരുമായിട്ടും വഴക്കാം. ഓക്കെ, രാവിലെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായയൊക്കെ അവിടെ വെള്ളം വെച്ച് ഇഞ്ചിയും കൊണ്ടിട്ട് അതൊന്ന് ചായ ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രിയിൽ ഇച്ചിരി ക്യാരറ്റും ബീൻസും ഒന്ന് അരിഞ്ഞു വെച്ചു. പിന്നെ ഇപ്പം മട്ടറുണ്ടല്ലേ, പിന്നെ മട്ടറില്ലാത്ത പരിപാടി ഇല്ല മട്ടറുണ്ടെങ്കിൽ. അപ്പോൾ മട്ടറുണ്ട്. അപ്പം രാവിലെ സവാളയും കാബേജും ഇപ്പോഴാണ് ഞാൻ അരിയുന്നത്. അപ്പോൾ 2 സവാളയൊക്കെ എടുത്തൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മീൻ കിട്ടുന്നുണ്ടോ? എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. ബോംബെയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോംബെയിൽ നിങ്ങളുടെ സ്ഥലത്തൊക്കെ മീനുണ്ടോ? ഇവിടെ കുറേ നാളായി ഇപ്പം മീൻ കിട്ടിയിട്ട്. ഇച്ചിരി മീൻ കറി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൂട്ടാനൊക്കെ വെച്ചാൽ മതി. ഒരു ഇച്ചിരി ചാറുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പം കുറേ ദിവസം അടുപ്പിച്ചില്ലാത്തപ്പം ഇവിടെ പ്രൈസും ചോദിക്കും, ഇച്ചിരി മീൻ കറി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതേസമയം അടുപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. ഈ മുള്ളില്ലാത്തതെങ്ങാണേ അവൻ കൂട്ടത്തുള്ളൂ. പക്ഷേ ചാറിഷ്ടമാണ്. അപ്പോൾ ചാറുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2 കൊച്ചുങ്ങൾക്കും ചാറുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും മോരോ ഇച്ചിരി ഒഴിച്ചാൽ മതി. ഇപ്പം ചുമന്ന കറി ഇല്ലെങ്കിൽ മഞ്ഞക്കറി മാത്രമേ, മോരും തോരനും ഒക്കെ ആണെങ്കിൽ പിന്നെ പൂള് പറയും മമ്മിയുടെ പിന്നെ സ്പെഷ്യൽ അതൊന്നും ഉണ്ടാക്കാൻ പറയും. എന്തോ മുളകും വിനാഗിരിയൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിഷ്ടം. അപ്പം എനിക്കും ഇന്നാണെങ്കിൽ അങ്ങനെ വായിക്ക് രുചിയില്ലായിരുന്നു. മീൻ കുറേ ദിവസമായി മീൻ കിട്ടിയിട്ട്. അപ്പോൾ ഇന്നെന്നാൽ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കും, ഇവിടെ എത്ര രൂപയാണെങ്കിലും ഈ വണ്ടി വരുന്ന നമ്മൾ വണ്ടിയിൽ വിൽക്കുന്ന പുള്ളിയുടെ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചോണ്ടേ. പുള്ളിയുടെ അങ്ങനെ നമ്മൾ പിന്നെ വാട്സപ്പിൽ ഇടുമല്ലോ ഫോട്ടോകൾ ഏതൊക്കെ മീനാണെന്നുള്ളത്. നമ്മുടെ ടൈപ്പിലുള്ള ഇലയോ അതൊന്നുമില്ല. ഈ ബോംബിൽ എനിക്ക് ഈ വെള്ള പാപ്ലേറ്റ് ഇഷ്ടമല്ല, ഇവിടെ പിള്ളേർക്കും ഇഷ്ടമല്ല. അത് അങ്ങനെയൊക്കെ പ്രോൺസ് അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. അത് നമ്മൾ അങ്ങനെ കഴിക്കത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി മീൻകറി അങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇച്ചിരി ഇതുപോലെ മുളകും വിനാഗിരിയൊക്കെ ചാലിച്ച് അത് കൂട്ടിയ ഒരു മുട്ടയും പൊരിച്ചാണ് കഴിച്ചത്. മോര് കറിയും ടൊമാറ്റോ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീൻസ് തോരനൊക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും വേണ്ട. ഇച്ചിരി ഒരു എരിവായിട്ട് ഇത്തിരി ഒരു ചുമന്ന ടൈപ്പിൽ എന്തെങ്കിലും വേണമെന്നത്. അങ്ങനെയാണ് ഞാൻ മുളക് ചാലിച്ചത്.
പിന്നെ തേങ്ങയ്ക്ക് വിലയാന്നേലും ഇവിടെ ആരും എനിക്ക് തീയലും ഇഷ്ടമാണ്. തീ അരിച്ചിട്ട് തേങ്ങ വറുത്ത് ഈ ഇറങ്ങയിലും ഉണ്ടാക്കിയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റേലും കിട്ടും. അതിവിടെ ആരും കൂട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കും വേണ്ടി എന്തിനാണ് മെനക്കിടുന്നതെന്ന് പറഞ്ഞ് അതും വേണ്ടാന്ന് വെച്ച്. അന്ന് അവിയൽ വെച്ചത് കൊണ്ട് 2-3 ദിവസം കുശാലായിരുന്നു. അപ്പോൾ അവിയൽ കണ്ടിട്ട് എന്നോട് റിന്റു പറഞ്ഞു, ചേച്ചി ചൂര കാണിച്ച് ഞാൻ ചൂര വാങ്ങിച്ചാൽ അവൾക്ക് യൂറിക് ആസിഡായി. അപ്പം അവിയലും കാണിച്ച് കൊതിപ്പിക്കുകയെന്ന് തോന്നും. എനിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നയോ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അതൊന്ന് കഴിക്കണം. കട്ടൻ കാപ്പി അന്ന് ഉണ്ടാക്കിയപ്പോഴും ഓമനാൻറ്റി, റിന്റു ഇവരെല്ലാം കട്ടൻ കാപ്പി, ഷീല ഇവരൊക്കെ പോയി കട്ടൻ കാപ്പി ഉണ്ടാക്കട്ടെ, ഒന്നുണ്ടാക്കി കുടിക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് ചിലർക്കൊക്കെ മറ്റുള്ളവർ ഉണ്ടാക്കുമ്പോഴും പറയുമ്പോഴൊക്കെ എന്നോട് ഇപ്പോൾ ആരെങ്കിലും ബിജി കപ്പ ഉണ്ടോ, കപ്പ എന്താ വാങ്ങിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉടനെ ഞാൻ കപ്പ ആ ആഴ്ച തന്നെ പോയി വാങ്ങിക്കും. അതൊക്കെ ഒരു വല്ലാത്ത സ്വഭാവം അല്ലേ. അപ്പം ഞാൻ പാസ്ത എല്ലാം പച്ചക്കറികളെല്ലാം ഒന്ന് ഇട്ട് പാസ്ത ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിച്ചെടുക്കട്ടെ. ഞാൻ കപ്പിൽ ചായ ഒഴിച്ചായിരുന്നു. പിന്നെ ആ ചിന്തിച്ചെന്നാൽ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന്. പിന്നെ വീണ്ടും ചായ തിരിച്ച് ഒഴിച്ചിട്ട് ഇപ്പോൾ ഒഴിക്കുക. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് ഞാനും റീച്ചാനും കഴിച്ചില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഇച്ചിരി നടക്കാൻ പോകാമെന്ന് വെച്ച് അങ്ങനെ നടന്നിട്ട് വരുന്ന വഴിയാണിത്. നടക്കാൻ പോയിട്ട് അതുകൊണ്ട് റീച്ചൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ അവൻ വരുവാണെങ്കിൽ ഇതിനെ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ നടന്നിട്ട് ഇത്തിരി വന്നേ. അപ്പം നോക്കണേ കുഞ്ഞതാണ് മലപ്പുറം, കുഞ്ഞത് കണ്ട ഇഷ്ടം പോലെ നിങ്ങൾ കൊണ്ടുവന്നേ, ഇഷ്ടം പോലെ വരുമോ വേണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ വേണ്ട പഴുത്തിരിക്കുന്നു. ഞാൻ പറിക്കാം, ഇത് പിടിച്ച പിന്നെ വന്നിട്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങൾ കഴുകാനും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞൊരു സാമ്പാർ വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ആ കഷ്ണങ്ങളിൽ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി 1 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഓരോ സമയത്ത് ഓരോ രീതിയിൽ ട്രൈ ചെയ്യും. എല്ലാം കഴിഞ്ഞു, കുറേ നേരമായിപ്പം കേട്ടോ. സാമ്പാർ രാവിലെയാണ് ഇരുന്നപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് സാമ്പാർ വിസിലടിച്ചിട്ടു. ഇനിയും പൊടികൾ ചേർക്കണം. ഓമയ്ക്കയും വൻപയർ എന്നുള്ളതുകൊണ്ട് വൻപയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറുപയറിലിടുന്നത്. അപ്പം വൻപയർ എന്നുള്ളത് മലയാളിക്കടയിൽ വാങ്ങിച്ചായിരുന്നല്ലേ, അതിപ്പം വേവിച്ച് വെച്ചു. മീൻ കുഞ്ഞയലയാണ്, അത് ഇച്ചിരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഓമയ്ക്ക അരിഞ്ഞു വെച്ചു. എല്ലാം ഇങ്ങനെ ഒതുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ തിരുമ്മി റെഡിയാക്കണം. വെള്ളം കുടിക്കാൻ ഇപ്പോഴാണ് വെച്ചത്, ഉണ്ടായിരുന്നു ക്യാൻ. ഫ്രീസമ്മോൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മൊബൈൽ കാണുന്നതിനൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അടുക്കളയിൽ നിന്ന് പിന്നെ കാണണം. ആ രീതിയിൽ ഇവിടെ തന്നെ ഇട്ട് സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞു. അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പോയിരിക്കുന്ന ആൾ ഓൾമോൻ പോയി, റീച്ചൻ പോയി, അപ്പച്ചൻ കിടക്കുന്നുണ്ട്. ചൂട് തുടങ്ങിയേ. ചില സമയത്ത് എൻ്റെ വീഡിയോ ഇങ്ങനെ എൻ്റെ സംസാരം ഒരിടത്ത്, പിന്നെ വായുടെ ചലനം ഒരിടത്ത്, വോയിസ് പിന്നെ സൗണ്ട് ഒരിടത്ത്, അങ്ങനെ. അപ്പം ഞാൻ ഈ പയർ വേവിച്ചിട്ട് ആ വെള്ളം വാരാനൊന്ന് വെച്ച്. കാരണം നമുക്ക് വെള്ളം വേണം, ഞാൻ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, പയറല്ലേ ഇടേണ്ടത്. അതുകൊണ്ട് പയർ ഇത്തിരി വെള്ളം വാലാൻ വെച്ച് ഓമയ്ക്ക ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാറിന് ഞാൻ 3 വിസിലടിച്ചെടുത്തു.
എന്നിട്ട് ഞാൻ ടൊമാറ്റോ ചേർത്ത്, ഞാൻ ചിന്തിച്ച് ഇന്ന് വാളംപുളി ചേർക്കണ്ട, ടൊമാറ്റോയുടെ പുളി ആകട്ടെന്ന്. അപ്പം പക്ഷേ ഞാൻ എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ചൂടാക്കി ചേർത്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റിൽ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയുണ്ടേ, പുളി അധികം ഇല്ല. പിന്നെ ഞാൻ ഇച്ചിരി പുളി പിഴിഞ്ഞൊഴിച്ചായിരുന്നേ. പുളി ഞാൻ ഇച്ചിരി, കാരണം ഉടനെ അത് കുതിരാൻ പ്രയാസമാണല്ലോ, ഞാൻ ഇച്ചിരി പുളി എടുത്തിട്ട് ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ടിങ്ങ് സോഫ്റ്റായി. ഇനി പിന്നെ ഞാൻ ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. കടുക് വറുക്കുന്ന സമയത്ത് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് സവാള ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി തേങ്ങയ്ക്കകത്ത് വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് പയറങ്ങ് നന്നായി വെന്തിട്ടില്ല, പയർ തീയിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പം ഓമയ്ക്കൊക്കെ അധികം വേവില്ലല്ലേ, അതുകൊണ്ട് ഇത് ഇച്ചിരി കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ പയറിൻ്റെ വെള്ളം ഉണ്ടല്ലേ, ആദ്യം പയറൊന്ന് ഈ അരപ്പിട്ടൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ആ പയറിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവട്ടെ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ ഓമയ്ക്കയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് വെന്ത് റെഡി ആയായിരുന്നു തോരൻ. പക്ഷേ ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ അപ്പോഴത്തേക്ക് ക്ലീനിങ്ങിന് ആളിനെ വിളിച്ചായിരുന്നു, അവർ വന്ന് വന്നാൽ പിന്നെ അവിടെ പുറകെ നടക്കണമല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയി. ഞങ്ങൾ 2 മണിക്കത്തെ സമയമാണ് കൊടുത്തത്, അവർ ഒരു അരമണിക്കൂർ മുമ്പിട്ടേ വന്ന്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഞങ്ങൾ 2 മണിക്കത്തെ സമയമാണല്ലേ, ബൈ ചാൻസ് ചിലർ ഇങ്ങനെ നേരത്തെ വരും. അപ്പം പറയുന്നവരാണെങ്കിൽ പറയും, ചിലരാണെങ്കിൽ പറയും നിങ്ങൾ തിരിച്ചു പോകും 2 മണിക്ക് വന്ന്, പിന്നെ വന്നേ ഇല്ലയോ എന്നും പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഓക്കെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.